ഹലോ കൂട്ടുകാരെ, സുഖമായിരിക്കുന്നല്ലോ എല്ലാവരും. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ ബാക്കിയായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ 3-4 സ്റ്റെപ്പ്, നല്ല ഉറക്കം, വെള്ളം കുടിക്കൽ, നടത്തം, പഞ്ചസാരയുടെ അളവ് കുറയ്ക്കൽ, ഇതൊക്കെ തുടർന്നു കൊണ്ട് പോവുക. 1-2 ആഴ്ചയിൽ തന്നെ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അതിൻ്റേതായ മാറ്റം നമുക്ക് അനുഭവപ്പെടുന്നതായിരിക്കും. ഒരുപാട് വെയ്റ്റ് ലോസ്, ഭാരം കുറഞ്ഞ് കിട്ടുക എന്നൊന്നും വിചാരിക്കരുതാരും. മെല്ലെ മെല്ലെ ചിലപ്പം ഒരു 2 വീക്സ് കൊണ്ടൊക്കെ ചിലപ്പം 1/2 kg കുറവ് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ 250 ഗ്രാം ഒക്കെ കുറയുള്ളായിരിക്കും ചിലർക്ക്. എന്തായാലും ക്ഷമയോടുകൂടി സാവകാശം നമുക്ക് ഇതിലേക്ക് നടന്ന് നീങ്ങാം മുന്നോട്ട്. പിന്നെ വേറൊരു കാര്യം ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ അമിതവണ്ണം ഉള്ളവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് PCOD ഓർ PCOS. ഈ അവസ്ഥ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ആ കാര്യത്തിലേക്ക് കടക്കാം. നമുക്ക് PCOD ഉള്ളവർക്ക് പീരീഡ്സ് ഒരിക്കലും റെഗുലറായി എല്ലാ മന്തും കിട്ടണമെന്നില്ല. പ്രത്യേകിച്ച് 40 എബോവ് ഉള്ള ആൾക്കാർക്ക് ഇനിയിപ്പം മെനോപോസ് എന്നൊരു സ്റ്റേജിലേക്ക് എത്തുന്ന അവസ്ഥ കൂടിയാവുമ്പോൾ എല്ലാവർക്കും അതിൻ്റേതായ മൂഡ് സ്വിങ്സ്, ബുദ്ധിമുട്ട്, ബ്ലീഡിങ് ഡിസോർഡർ ഒക്കെ ഉണ്ടാകുന്നതാണ്. ഈ അവസ്ഥയിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാം. എനിക്ക് PCOD ആണോ PCOS ആണോ എന്നൊക്കെ സ്വയം കൺസൾട്ട് ചെയ്ത് സ്വയം ചികിത്സ നടത്തുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, നമുക്ക് ഇതിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത്, എനിക്ക് അപ്പർ ചിൻ, ലോവർ ചിൻ, എല്ലാം അപ്പർ ലിപ്സ് ഏരിയ എല്ലായിടത്തും എനിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് തലയിലെ ക്രൗൺ ഏരിയ, ഉച്ചിയുടെ ഭാഗത്ത് മുടി കൊഴിച്ചിലുണ്ട്. ഇതൊക്കെ PCODയുടെ ഒരു സിംറ്റമാണ്. അമിതമായി ഈ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് നിറം, പിന്നെ നമ്മുടെ സ്കിൻ ടാഗ്സ്, പാലുണ്ണി പോലെ ഈ ടാഗ്സ് വരില്ലേ, അത്, പിന്നെ ഒരുപാട് നീർവീക്കം പോലെ തോന്നുക, തുടയുടെ വണ്ണം കൂടുതൽ, അടിവയറ്റ് കൊഴുപ്പ് കൂടുതൽ, പീരീഡ് ആകുമ്പോഴുള്ള അസ്വസ്ഥതകൾ, നീറ്റൽ, പുകച്ചിൽ, ഓവർ ബ്ലീഡിങ് അല്ലെങ്കിൽ ബ്ലീഡിങ് ഇല്ലാതിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ PCODയുടെ സിംറ്റമാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. ഓവർ വെയ്റ്റ് ഇല്ലാത്തവർക്കും PCOD ഉള്ള കാലമാണ്. ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നാണ് ഇതിനെ എല്ലാവരും പൊതുവെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കണ്ടീഷനുള്ളവർ പൊതുവെ ചെയ്യുന്ന കാര്യങ്ങൾ, മരുന്ന് കഴിക്കും, പീരീഡ്സ് ആകും, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിനെപ്പറ്റി അങ്ങ് ചിന്തിക്കത്തില്ല, വിട്ടുപോകും. പിന്നെ ഓവർ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ കുറേ നാൾ പീരീഡ് ഇല്ലാതിരിക്കുമ്പോൾ വീണ്ടും ഡോക്ടറെ അടുത്ത് ചെല്ലും, മരുന്ന് വാങ്ങും, പീരീഡ് ആക്കും, അല്ലെങ്കിൽ കുറച്ച് ആയുർവേദം, അലോപ്പതി ഏതെങ്കിലുമൊക്കെ മരുന്ന് കണ്ടിന്യൂ ചെയ്യും, മാറും, പിന്നെയും വരും. ഇത് ഇങ്ങനെ ആയിരിക്കണം എല്ലാവരും ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഏറ്റവും ഉചിതമായ മരുന്നെന്ന് പറയുന്നത് വെയിറ്റ് കുറയ്ക്കുക തന്നെയാണ്. അപ്പോൾ എനിക്ക് ഈ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഒരു 14 kg കുറഞ്ഞ സമയം, അതായത് 2019 എനിക്ക് 14 kg കുറഞ്ഞ് ഞാൻ പഴയ പ്രഗ്നൻസിക്ക് മുമ്പുള്ള വെയിറ്റിലേക്ക് എത്തിയ സമയത്ത് എല്ലാം റെഗുലറായി. പീരീഡ്സ് റെഗുലറായി, മുടി കൊഴിച്ചിൽ മാറി, നീർക്കെട്ട് മാറി, കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മാറി, എല്ലാം ഓക്കെയാണ്, മൂഡ് സ്വിങ്സ് ഇല്ല, എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ വീണ്ടും ഞാൻ പറഞ്ഞ സാഹചര്യങ്ങളിലൂടെയൊക്കെ എനിക്ക് കടന്നു വരേണ്ടി വന്നപ്പോൾ അമിതവണ്ണമായി, വെയിറ്റ് കൂടി, ഇതുപോലെ വെയിറ്റ് കൂടി വരുന്നപ്പം പീരീഡ്സ് മിസ്സാകുന്നു. മേ ബി 2 months ഒക്കെ കഴിഞ്ഞാണ് ആകുന്നത്. ആ അവസ്ഥയിലെത്തി. വീണ്ടും ഗൈനക്കോളജിസ്റ്റിനെ കാണും, മെഡിസിൻ എടുക്കും, ഹോർമോണൽ ടാബ്ലറ്റ് കഴിക്കും. അത് കഴിക്കുമ്പോൾ റെഗുലറായിട്ട് വരും. അത് നിർത്തുമ്പം വീണ്ടും പഴയ പോലാകും. അതിനുപരി ഈ ടാബ്ലറ്റ്സിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് പോലെ ഓരോരോ നമുക്ക് ശരീരത്ത് വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ സഹിച്ചും ഇതൊക്കെ കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതം. എന്നെപ്പോലെ കാണും ഒരുപാട് പേര്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, PCOD ഉള്ളവർക്ക് നോർമലി വെയിറ്റ് കുറയ്ക്കുന്ന ആളുകളെപ്പോലെ പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞ് കിട്ടില്ല. വലിയൊരു ഫാക്റ്റാണത്. നമ്മൾ നോർമൽ ഒരാൾ വെയിറ്റ് കുറയ്ക്കാൻ 10% എഫേർട്ട് ഇടുന്നിടത്ത് PCOD പോലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ്, അത് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഈ PCOD, പണ്ടത്തെ കാലത്തൊന്നും PCOD ഇല്ലാത്തതിൻ്റെ കാരണം എന്താണ്? എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, ശരീരം അനങ്ങും, ആർക്കും അമിതവണ്ണമില്ല, നല്ല ഫുഡ് കഴിക്കും. ജങ്ക് ഫുഡെന്ന് പറയുന്നത് സാധനം നമ്മുടെ ചുറ്റുവട്ടത്തേ ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ട് അന്നത്തെ കാലത്തൊന്നും PCOD ഇല്ല.
അപ്പോൾ ഇപ്പം ഇതൊക്കെ മാറണമെങ്കിൽ ഈ ചുറ്റുപാടിൽ നിന്നൊക്കെ നമ്മൾ മാറി ചിന്തിക്കണം, പ്രകൃതിയിൽ ഇണങ്ങി ജീവിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് മാറ്റി എടുക്കണമെങ്കിൽ നമ്മൾ സാധാരണ ആൾക്കാർ 10% എഫേർട്ട് ഇടുന്നിടത്ത് PCOD പോലുള്ളവർ 60-70% കൂടുതൽ എഫേർട്ട് ഇട്ടാലേ കുറച്ചെങ്കിലും റിസൾട്ട് നമുക്ക് വെയിറ്റിൽ കുറവ് കാണിക്കാൻ പറ്റത്തുള്ളൂ, കിട്ടുകയുള്ളൂ റിസൾട്ട്. അതുകൊണ്ട് ഈ PCOD ഉള്ളവർ ദയവ് ചെയ്ത് സ്വയം ചികിത്സയ്ക്ക് നിൽക്കരുത്. ഡോക്ടറെ കാണണം, ഗൈനക്കോളജിസ്റ്റിനെ കാണണം. പലരും ബ്ലീഡിങ്ങിൻ്റെയൊക്കെ മറച്ചു വെച്ച് പോകാനുള്ള മടി കൊണ്ട്, അല്ലെങ്കിൽ ആയിക്കോളും എന്നുള്ളൊരു ചിന്തയിൽ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തുക്കളുമായി സംസാരിച്ച് സ്വയം മെഡിസിൻ എടുത്ത് പലരിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇത് വേഴ്സാകുന്ന അവസ്ഥ. ഫൈബ്രോയിഡ്സ്, സിസ്റ്റുകൾ വേഴ്സാകുന്നത്, എൻഡോമെട്രിയോസിസ് ആകുന്നത്. പലരും ഈ അനുഭവത്തിലൂടെ കടന്നുപോയി യൂട്രസ് റിമൂവ് ചെയ്യുന്ന അവസ്ഥ, ഒരു 35-30 ഇയേഴ്സിലൊക്കെ യൂട്രസ് എടുത്ത് കളയേണ്ട അവസ്ഥ വരുന്നവരുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ഒരാളെപ്പോലെ അല്ല മറ്റുള്ള ഒരാളുടെ സിംറ്റവും രോഗവും ഒക്കെ. അപ്പം ബ്ലീഡിങ് ഡിസോർഡർ എന്ത് കണ്ടാലും, PCOD സിംറ്റംസ് എന്ത് കണ്ടാലും ഡോക്ടറെ സമീപിക്കുക. അത് ഏത് ആയുർവേദം, അലോപ്പതി, അത് നമുക്ക് ഉചിതമെന്ന് തോന്നുന്ന എന്തോ അത് സമീപിക്കുക, ടെസ്റ്റുകൾ നടത്തുക. എനിക്ക് സെയിം അങ്ങനെ തന്നെ ബ്ലീഡിങ് ഡിസോർഡർ വരുമ്പോൾ ഞാൻ കൊണ്ടുപോയി കാണിക്കാറുണ്ട്. 6 മാസത്തിലൊരിക്കൽ സ്കാനിങ് ചെയ്യാറുണ്ട്. വളരെ ബ്ലീഡിങ് കൂടിയ സമയത്ത് ഞാൻ എൻഡോമെട്രിയോസിസിൻ്റെ ഒരവസ്ഥയിലേക്ക് പോയ സാഹചര്യം വരെ ഉണ്ട്. പിന്നെ സ്കാൻ ചെയ്തപ്പോൾ എന്തോ അത് തിക്നെസ്സൊക്കെ നോർമലായി. സർജറിയോ മറ്റേ അധിക വേറെ കൂടുതൽ ചികിത്സയിലേക്കോ മരുന്നിലേക്കോ ഒന്നും പോകേണ്ട അവസ്ഥ വന്നില്ല. പക്ഷേ ഇപ്പോഴും എൻ്റെ പീരീഡ് കറക്റ്റല്ല. ഈ മാസം 2 കിലോ കുറഞ്ഞാൽ എനിക്ക് പീരീഡ് 2 മാസം കറക്റ്റായിട്ട് വരും. അത് കഴിയുമ്പോൾ 1 കിലോ കൂടിയാൽ വീണ്ടും പോയി കയ്യിൽ നിന്ന്. ഇങ്ങനെ തന്നെയാണ് ഞാൻ ഇപ്പം സംസാരിച്ചതിൽ നിന്ന് എൻ്റെ ചുറ്റുപാടുമുള്ള എൻ്റെ കൂട്ടുകാരായിട്ടുള്ളവർക്ക് തന്നെ ഇതേ അവസ്ഥയുള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട്. പകുതിയിൽ കൂടുതൽ പേരും ഇതേ അവസ്ഥയിലൂടെയാണ്. അപ്പോൾ എല്ലാവരും PCODയുടെ സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ വെച്ചുകൊണ്ടിരിക്കരുത്. ദയവായി ട്രീറ്റ്മെൻറ്റിലോട്ട് പോകണം. പിന്നെ നമ്മുടേതായിട്ടുള്ള ചെറിയ ഹോം റെമഡീസ് എന്ന് പറയുന്നത്, നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ കൊണ്ടുള്ള ആഹാരം, വെള്ളം. ഞാൻ കുറേ നാളായിട്ട് ഇപ്പം രാവിലെ വെറും വയറ്റിൽ ജീരകവെള്ളം, ഉലുവ വെള്ളം, നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ച് വെള്ളം തിളപ്പിച്ച് നാരങ്ങാനീര് ഒഴിച്ച് ഇച്ചിരി ഒരു 2-3 തുള്ളി നാരങ്ങാനീര്, അധികമാകുമ്പോൾ എനിക്ക് അസിഡിറ്റി പ്രോബ്ലം വരും. അങ്ങനെ എല്ലാവരും അങ്ങനെയൊക്കെ രാവിലത്തെ ഈ കാപ്പി കുടിക്കുന്നതിന് മുമ്പ് നമ്മുടെ ബോഡി ഒന്ന് ഡിറ്റോക്സ് ചെയ്യാനായിട്ടും, പിന്നെന്താ നമുക്ക് കുറച്ചൊക്കെ അതിൽ നിന്ന് പ്രകൃതിദത്തമായ മരുന്നുകളാണിതൊക്കെ. നമ്മുടെ ഹോർമോണൽ ബാലൻസ് ചെയ്യാൻ, ഹോർമോൺസിനെ സപ്പോർട്ട് ചെയ്യാൻ, യൂട്രസിൻ്റെ ആരോഗ്യത്തിനൊക്കെ പറ്റിയ ഒരുപാട് കണ്ടൻ്റുണ്ട് ഈ ഉലുവ, ജീരകം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പം അങ്ങനെയൊക്കെ ഓരോ പടി മുന്നോട്ട് അങ്ങനെയും കൂടെ നോക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ ഡോക്ടറെ സമീപിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പം അമിതവണ്ണമുള്ളവർ പ്രത്യേകിച്ച് PCOD, PCOS അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഫേഷ്യൽ ഹെയർ, മുടി കൊഴിച്ചിൽ, ഈ പറഞ്ഞ സിംറ്റംസൊക്കെ ചിലർക്ക് വലുതായിട്ട് കാണില്ല, നോട്ടീസബിൾ ആയിരിക്കില്ല. അങ്ങനെയല്ല, ബ്ലീഡിങ്ങിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പ്രത്യേകിച്ച് 30-40 വയസ്സുകളിലേക്കൊക്കെ കടക്കുന്നവർ, നമ്മൾ വെച്ചിരുന്നും പോകാനുള്ള മടി കൊണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് പറയാനുള്ള മടി കൊണ്ട്, ഡോക്ടറെ കാണാനുള്ള മടി കൊണ്ട് ഒന്നും വെച്ചിരുന്ന് വേഴ്സാകാതെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തിക്കുക. നമ്മുടെ മരുന്ന് കൊണ്ടോ നമ്മുടെ ശ്രദ്ധയിൽ നിന്നോ ഒക്കെ അത് മാറിക്കിട്ടാൻ സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ മാറുന്നതല്ലേ നല്ലത്. ഒരു സർജറിയിലേക്കും ഒരു വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്കും ഒക്കെ പോകുന്നതിലും വലുത് ഒരു ചെക്കപ്പിലൂടെ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ശ്രദ്ധ കൂടുതൽ കൊടുത്ത് അതങ്ങ് മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ പഞ്ചസാര എന്ന് പറയുന്ന കാര്യമൊക്കെ ഈ PCODക്കാർക്ക് വില്ലനാണ്. എനിക്കത് അറിയത്തില്ലായിരുന്നു. ഞാൻ കുറേ നാൾ നല്ലപോലെ മധുരമിട്ട് എപ്പോഴും കാപ്പി കുടിച്ചുകൊണ്ടിരുന്നൊരവസ്ഥയൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ദിവസം 1 ആക്കിയ കാപ്പി കുടി. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വന്നാൽ കേക്കൊക്കെ 1-2 പീസൊക്കെ കഴിച്ചു പോകുന്നു. അതൊക്കെ കൺട്രോൾ ചെയ്തും വരുന്നു. എന്തായാലും അമിതവണ്ണമുള്ളവരും ഈ PCODയുടെ പ്രശ്നങ്ങൾ നേരിടുന്നവർ അതിൻ്റെ മുൻകരുതലുകളും ട്രീറ്റ്മെൻറ്റും ഒക്കെ എടുക്കുക. നടക്കണം, വെള്ളം കുടിക്കണം, എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി പോകണം. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ, ഈ പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചാൽ തന്നെ ഒരു 1 വീക്ക് കഴിയുമ്പോൾ നമുക്ക് നല്ല മാറ്റം ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും.
ഞാനും നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് അടുത്ത ആഴ്ച വെയിറ്റൊക്കെ നോക്കിയിട്ട് എത്ര ആയെന്ന് പറയണം, ഈ വീഡിയോ കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ. പിന്നെ ഞാനൊന്ന് പറയുന്നതാണ്, എനിക്ക് വീഡിയോ ചെയ്തൊന്നും യാതൊരു പരിചയവുമില്ല. ഒരിടത്ത് സംസാരിച്ചോ പ്രസംഗിച്ചോ ഒന്നും ഒരു പരിചയമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പറയുന്ന പോലെ, എൻ്റെ കൂട്ടുകാരോട് പറയുന്ന പോലെ ഫോൺ റെക്കോർഡിലിട്ട് ഞാനങ്ങ് പറയുകയാണ്. അപ്പോൾ എൻ്റെ ലാംഗ്വേജിലോ എൻ്റെ പറയുന്ന രീതിയിലോ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടോ മനസ്സിലാകാഴികയോ ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് പറയണം. എനിക്ക് ഒരു ശീലമായി വരുന്നേ ഉള്ളൂ. ചിലപ്പം തപ്പും തടവും വിക്കൽ വരും. തപ്പി തടഞ്ഞൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. ചില സമയത്ത് എനിക്ക് വാക്കുകൾ കിട്ടത്തില്ല. നമ്മുടെ ഡെയിലി പറയുന്ന രീതിയിലങ്ങ് ചിലപ്പം വന്നു പോകും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക. പിന്നെ ഈ PCOD സിംറ്റംസ് ഉള്ളവർ ദയവ് ചെയ്ത് ഡോക്ടറെ സമീപിച്ച് അതിന് മരുന്നെടുക്കണം. അതിൻ്റെ കൂടെ തൈറോയ്ഡ് ചെക്ക് ചെയ്യണം. എനിക്ക് തൈറോയ്ഡൊക്കെ ചെക്ക് ചെയ്ത് കറക്റ്റാണ്. വൈറ്റമിൻ D എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചൊരു വലിയൊരു ഘടകമാണ്. ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പം PCODയുടെ കാര്യം ഒന്ന് ശ്രദ്ധയിൽ നോക്കണം. ചിലർ PCOD ഉണ്ടെന്ന് പോലും അറിയാതെ അമിതവണ്ണം വെച്ച് വരുന്നവർ കാണും. അതിനെപ്പറ്റി അറിയാവുന്നവരെ പറ്റിയല്ല ഞാൻ പറയുന്നത്, ഇതിനെപ്പറ്റി അറിവില്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പം എല്ലാവരും നന്നായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ഹാപ്പിയായിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.